ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇതാ ഇന്നൊരു കഷ്ണം ബീട്രൂട്ട് ഇട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ തൊലിയൊക്കെ ചെത്തി കഴുകിയിട്ട് ഇതാ ഒരു ഇടത്തരം പീസാക്കിയിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കാനാട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് ഇത്. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും. അപ്പോൾ അതതിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ച ബീട്രൂട്ട് കഷ്ണങ്ങളുണ്ടല്ലോ, അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ചമ്മന്തിയാണ്. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളൂ. അപ്പോൾ അത് ആ ബീട്രൂട്ട് ഒരുവിധം മൂത്ത് വരുന്ന സമയത്തേക്ക് ഒരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ആ സമയം കൊണ്ട് ബീട്രൂട്ട് വേവുകയും ചെയ്യും. അങ്ങനെ അത് ഒരുവിധം മുളക് ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിൽ കിടന്നിട്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി അതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ഇനി ചേർത്ത് കൊടുക്കട്ടോ. അത് 2 ചീനമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 ചെറിയ ഉള്ളി, 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു പകുതി സവോള, ഒരു പകുതി ബീട്രൂട്ടിലേക്കുള്ളതാട്ടോ ഈ പറയുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് 4 ചെറിയ ഉള്ളിയും ഒരു പകുതി ചെറിയ സവോളയുടെ ഒരു പകുതിയും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു ചെറിയ ഒരു നുള്ളു പുളി, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, പിഴിയുന്ന പുളി, അതും തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇതാക്കണ്ട. അത് തണുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി മിക്സിയിലിട്ട ജാറിലിട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല തണുത്തതിന് ശേഷം അതുവരെ അവിടെ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ചമ്മന്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചമ്മന്തി ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അതാ ഞാൻ അതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല കളറൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.